എറണാകുളം തൃക്കാക്കരയിൽ സ്കൂളിലെത്താൻ വൈകിയതിന് 5ാം ക്ലാസ്സുകാരനെ ഒറ്റയ്ക്ക് മുറിയിലിരുത്തിയെന്ന് പരാതി. ഗ്രൗണ്ടിൽ 2 റൗണ്ട് ഓടിച്ചതായും വിദ്യാർത്ഥി പറയുന്നു. തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിനെതിരെയാണ് പരാതി. സ്കൂളിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഓടിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഈ മന്ത് ഞാൻ നാല് പ്രാവശ്യം ഇപ്പോൾ ലേറ്റ് ആവണം. അത് കാരണം ഇവിടുത്തെ പ്രിൻസിപ്പള് എൻ്റെ ഫാദറിനെ വിളിച്ച് പറഞ്ഞ് ഒന്നുമില്ലെങ്കിൽ എന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വേറൊരു മുറിയിലിരുത്തി അവിടെ ഇരുന്ന് പഠിച്ചോണ്ടേന്ന് പറഞ്ഞു. ക്ലാസ് റൂമിൽ കഴിച്ചില്ല എന്ന് പറഞ്ഞു. എന്നെ എന്നിട്ട് ഇവിടെ ഒരു മേളിലുള്ള ഒരു ഇരുട്ടായി കിടക്കുന്ന മുറി കൊണ്ട് ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി ഇരുന്നപ്പോഴേക്കും ഒരു മിനിറ്റ് ആയപ്പോഴേക്കും ഇവിടുത്തെ പ്രിൻസിപ്പൾ വന്ന് അവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടത്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ലിഡിയ, ഒരു 5ാം ക്ലാസ്സുകാരനാണ് ഈ പരാതി പറഞ്ഞത്. അതും സ്കൂളിൽ എത്താൻ വൈകിയെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഉപദ്രവിച്ചത്. എന്താണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം? അമൃത, ഇന്ന് രാവിലെ 8:30യോടെയാണ് സംഭവം. സ്കൂളിൽ 8:30ക്ക് ശേഷം, അതായത് വൈകി എത്തി എന്ന് പറഞ്ഞാണ് കുട്ടിയെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരുത്തുകയും ഒപ്പം അതിനു മുൻപ് സ്കൂൾ ഗ്രൗണ്ടിൽ 2 റൗണ്ട് ഓടിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് വിദ്യാർത്ഥിയുടെ 5ാം ക്ലാസ്സുകാരനായിട്ടുള്ള വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളെ വിളിച്ച് വരുത്തുകയും മാതാപിതാക്കളോട് ഈ സ്കൂൾ മാനേജ്മെന്റ് ടി.സി വാങ്ങി പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് പരാതി പറയുന്നത്. ഈ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ സ്കൂൾ മാനേജ്മെന്റിനും ഒപ്പം വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് അല്പം മുമ്പ് സ്കൂളിൽ നടന്നത്. KSUവിന്റെയും SFIയുടെയും വിദ്യാർത്ഥികൾ, അതായത് തൊട്ടടുത്ത കോളേജിലെ വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്കൂളിലേക്ക് നടത്തി. അതായത് പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് അടക്കം അതിക്രമിച്ചു കയറുകയും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക്, പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് അത് തുടരുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത്, തങ്ങൾ ഈ കുട്ടികളെ ശിക്ഷിക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ കുട്ടിയെ ശിക്ഷിക്കുകയല്ല ചെയ്തത്. സാധാരണഗതിയിൽ കുട്ടികൾക്ക് എല്ലാ ദിവസവും വ്യായാമം ചെയ്യിപ്പിക്കാറുണ്ട്. ആ വ്യായാമത്തിന്റെ ഭാഗമായി ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ കുട്ടിയെ 2 റൗണ്ട് ഓടിച്ചതാണ്, അല്ലാതെ കുട്ടിയെ ശിക്ഷിച്ചിട്ടില്ല. മാത്രമല്ല, മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരുത്തിയത് അത് ക്ലാസ്സിൽ കയറ്റുന്നതിന് പകരം, അതായത് ക്ലാസ്സിൽ കയറ്റാതെ പുറത്തു നിർത്തുന്നതിന് പകരം മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരുത്തുക മാത്രമാണ് ചെയ്തത് എന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം. അതായത് എല്ലാ കുട്ടികളെയും എല്ലാ ദിവസവും വ്യായാമത്തിന്റെ പേര് പറഞ്ഞ് ഓടിക്കാറുണ്ട് എന്നാണോ ഇവർ പറയുന്നത്? അവരുടെ സ്കൂൾ മാനേജ്മെന്റിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ നിയമത്തിൽ ഇത്തരത്തിൽ എല്ലാ ദിവസവും വ്യായാമം ആവശ്യമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. അതിന്റെ ഭാഗമായാണ് അവർ കുട്ടിയെ ഓടിച്ചത് എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും കുട്ടികൾക്ക് സൂംബയോ എയറോബിക്സോ പോലെയുള്ള വ്യായാമ രീതികൾ നടത്താറുണ്ട്. അത് അസംബ്ലിക്ക് ശേഷം അത് നടത്താറുണ്ട്. പക്ഷേ കുട്ടി വൈകി വന്നതിനാൽ കുട്ടിയെ ഗ്രൗണ്ടിന് ചുറ്റും 2 റൗണ്ട് ഓടിപ്പിച്ചു. അത് വ്യായാമത്തിന്റെ ഭാഗമായി മാത്രമാണ്, അല്ലാതെ മറ്റു ശിക്ഷാരീതികളുടെ ഭാഗമായി അല്ല എന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. മാത്രമല്ല, കുട്ടിയെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്നതിന് പകരം മറ്റൊരു മുറിയിലേക്ക് മാറ്റി ഇരുത്തിയതേ ഉള്ളൂ എന്നും മാനേജ്മെന്റ് ഇതിൽ വിശദീകരണം നൽകുന്നു. എന്തായാലും വലിയ പരാതി രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ട്. അതായത് ഇത്തരത്തിൽ കുട്ടിയെ മാറ്റിയിരുത്തിയതും അല്ലെങ്കിൽ കുട്ടിയെ ഓടിപ്പിച്ചതിലുമൊക്കെ പരാതി നൽകിയപ്പോൾ TC വാങ്ങി സ്കൂൾ മാറിപ്പോകാൻ ആവശ്യപ്പെട്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ രക്ഷിതാക്കൾ പറയുന്നുണ്ട്. കുട്ടിക്ക് ഇത് വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടാക്കി. കുട്ടിയെ മാറ്റിയിരുത്തിയതും ഒപ്പം ആരുമില്ലാതെ ഓടിച്ചതും കുട്ടിക്ക് വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടാക്കി എന്നുമാണ് രക്ഷിതാക്കൾ പറയുന്നത്.